ഇതെന്തൊക്കെയാണ് അടിയിരിക്കുന്ന കർഷക മിത്ര? കർഷക മിത്രയല്ല, മികച്ച ജൈവ കർഷകൻ. അതാണ് ഇതുകൊണ്ടായിരിക്കുന്നത്. ഇതാണ് മികച്ച ജൈവ കർഷകൻ. മറ്റത് പ്രതിഭാ പുരസ്കാരമാണ്. ഇത് 2024 അല്ല 25. മറ്റേതെന്നറിയാം, മറ്റത് പ്രതിഭാ പുരസ്കാരം. അത് കൃഷിക്ക് തന്നെ. ഇതെല്ലാം കൃഷി അതുകൊണ്ടാണ് സംബന്ധമായ അതിന്റെ എഴുതിയത്. അമ്മേരെ ഫോട്ടോ ഈ താഴെയിരിപ്പുണ്ട്. അതും അതിന്റെ ഇടയിൽ കയറിക്കൊണ്ട് അച്ഛന് ഉള്ളത് എടുക്കായി അത് ഒരുപാട് കാത്തിരുന്നതാണ് പ്രശ്നം. അടുത്ത് അതിന്റെ ഇടയിൽ ഇതും ഉണ്ടല്ലേ. അത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നവരെ അത് ഈ പറയുന്നുണ്ട്. അത്രയും സ്കൂളിലെ ഫോട്ടോ തന്നെ ഇത്. അത്രയും അല്ലേ. മധുര എനിക്ക് വേണ്ട. ഞാൻ മാത്രമേ കുടിക്കണല്ലോ. അപ്പൊ മധുരം വേണ്ട, എനിക്ക് മധുരം വേണ്ട. ഞാൻ വിചാരിച്ചെന്താന്നറിയാം, ഇപ്പം നമ്മള് വില്ലേജ് വിളിച്ചു പറഞ്ഞാൽ സാധനം ഇവിടെ കിട്ടും. എന്തിനാണ്? ഏത് സാധനവും. പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് ഏത് വേണമെന്ന് വെച്ചാൽ അത്, ചിക്കനില് ഏത് വേണമെന്ന് വെച്ചാൽ അത്. അല്ല ഇന്ന് വേണ്ട, ഇന്ന് പറ്റത്തില്ല. അപ്പൊ ഒരു ദിവസം ഉറപ്പിക്കും. എല്ലാരും കൂടെ ഓടി കയറിയിട്ട് നമുക്ക് ഒരു ദിവസം എന്താണ് ഭക്ഷണം, അതായത് കഞ്ഞിയും പയറും. അത് കഞ്ഞിയും പയറും. അല്ല, നിങ്ങൾ ഓണത്തിന് മുമ്പ് പോവും, അതാണ് പ്രശ്നം. ഓണം കഴിഞ്ഞിട്ട് 5 ഓണം. അപ്പൊ രണ്ടും കൂടെ ഒന്ന് കൂടണം, എല്ലാരും കൂടണം. അപ്പൊ അങ്ങനെ ഒന്ന് കൂടാ. അത് പൊളിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളേ ഉള്ളൂ. വേറെ തറയിൽ വീഴൂല. നിങ്ങളെല്ലാവരും ഉണ്ട്. വരുന്നവര് വരട്ടെ. പ്ലാൻ ചെയ്ത് ഞാൻ അവിടെ പറഞ്ഞത് ചോറും പായസവും അവിടെ വയ്ക്കണം. കറി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ കുടുംബം ഉള്ളപ്പോൾ കുടുംബത്തിലാവട്ടെ. അല്ല, പെയിന്റ് അടിച്ചിട്ട് മതിടാ. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ച് പറഞ്ഞെന്നുള്ളത്. ഇതൊന്നും നമുക്ക് ഇനി ഒന്നും കിട്ടൂല. യവൻ എടുത്തു വെച്ച കുറേ ഫോട്ടോകൾ എന്ന് പറയുമ്പോ ഇപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കും. അന്ന് യവ ഇതും കൊണ്ട് നടക്കുമ്പോ ഞാൻ ചിലപ്പോ അവനെ കളിയാക്കി കാണും. നമ്മളൊക്കെ വെറും നാടന്മാരും കളിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം യവ ടൂർ പോണേനെ കളിയാക്കി. അപ്പൊ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴേ യമൻ ടൂർ പോയോണ്ട് എല്ലാ രാജ്യവും ഞാൻ പഠിച്ചു. എന്റെ കാശിൽ നിന്ന് കാശും ചെലവില്ല, ശരിയായിട്ട് പഠിക്കുകയും ചെയ്ത്. ഒരാള് എവിടെ പോയിട്ട് പിന്നെ എന്താ തിന്നിട്ട് ഒരു പ്രാവശ്യം തിന്നിട്ട് 2 പ്രാവശ്യം കക്കാൻ പോകുന്നതാണ്. മറ്റേ ഇത് ടേസ്റ്റ് ചെയ്തില്ലേ നമ്മളിങ്ങനെ? ടേസ്റ്റ് ചെയ്തതല്ല, കഴിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് 2 തവണ. അതൊക്കെ ഞാൻ കണ്ടിട്ട് ആശമല്ല എന്ന് ഞാൻ അപ്പോഴാലോചിച്ചു. അതേസമയം ഏതാ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു തോട്ടിന്റെ കര കൂടെ നടന്ന അത് ഗിൽഫേർഡിൽ പോയില്ലേ നമ്മള്? ബോട്ടൊക്കെ ഉള്ള സൈഡില്. അത് നമ്മുടെ ഈ കേരളത്തിന്റെ ഏകദേശം ഒരു മാലദ്വീപ് പോയാ ഞങ്ങള്. മാലദ്വീപ് പോയിട്ടില്ല നമ്മള്. മാലദ്വീപ് തനി കേരളമാണ്. ഇല്ല തെങ്ങുണ്ട്, ഉത്സവമുണ്ട്. ഒന്ന് പോവാന്ന് വിചാരിച്ചാലും അവിടെ ചെല്ലുമ്പോ രണ്ട് വാക്ക് പറയും. 3ാമത്തെ വാക്കിൽ പിന്നെ ചേച്ചിയും അങ്ങനെ ഇവിടെ ഉടക്കാണ്. 170 വരെ വന്നിട്ടുണ്ട്. ഇപ്പൊ 170 എന്ന് പറഞ്ഞാൽ തലേ ദിവസം പായസം മാങ്ങ, പഴം, ഇതൊക്കെ ഒരു കൊല ഉണ്ടാക്കി കയറി ഇറങ്ങി തിന്നു. പിറ്റന്ന് അതിൽ കൂടും. പിന്നെ ഞാൻ വീണ്ടും സൂക്ഷിക്കും. 7-8 ദിവസം വ്യത്യാസം. അത് തന്നെ ഇവിടുത്തെ 5ാം ക്ലാസ്സിൽ ഇപ്പൊ ജൂണിലല്ലേ ആയത്.
പക്ഷേ ഈ പിന്നെ ചക്കിയുടെ ശരീരപ്രകൃതമാണ്, അത് ആഹാരം കഴിക്കുന്നതിൻ്റെതാണ്. അവള് തേങ്ങയൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാനൊക്കെ നഴ്സിംഗ് പഠിക്കുമ്പോ വരെ നമുക്ക് നട്ട് അലർജി ഉണ്ട്. അല്ല കോക്കനട്ടിന്റെ അലർജി. നമ്മള് ഇപ്പം ചെറിയ ചെറിയ പീനട്ടൊക്കെ കൊടുക്കും തട്ടുമാശാട്ടി. പക്ഷെ കോക്കനട്ട് ഒട്ടും പറ്റില്ല. കൊഴുപ്പ് ശരീരത്തിൽ ചെല്ലില്ല. അത് എവിടെ എന്നാലുവേ പിള്ളേരൊക്കെ കിട്ടിയ ഇപ്പൊ കാണാം. ആ അത് ശരി. വിഷാദമൊക്കെ മാറും. വിഷാദമൊക്കെ മാറും. ആതിര വരും. ആതിരയും സ്കൂൾ കൂടെ വരും. എന്താ കൊതുവാ? മാമ ഇരിക്കും, മാമ ഏതായാലും എല്ലാരും കൂടെ കൂടുന്നെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിൽ ഒരു സന്തോഷം തന്നെ. അതാണ് മമ്മിയുണ്ട് വയനാട്ടിൽ നിന്ന്. എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് എല്ലാരും ഇന്ന് 2-ാം തീയതി എത്തും. ഓരോ പ്രാവശ്യം കൊഴിഞ്ഞോണ്ടിരിക്കുകയാണ്. സദ്യ ചെയ്യണം. എന്തെങ്കിലും നമ്മള് അങ്ങനൊന്നും പ്ലാൻ ചെയ്തില്ല. സദ്യയൊക്കെ രാത്രി സദ്യ. വൈകുന്നേരം സദ്യയല്ലല്ലോ, വൈകുന്നേരം ഉള്ള എന്തെങ്കിലും. പൊറോട്ട എന്തോണെങ്കിലും അത് ഓണത്തിന് പിന്നെ ആണ് സദ്യ ഒരുക്കുന്നത്. ദിവസം സദ്യ അല്ലേ എന്റെ പിന്നെ പലഹാരത്തിന്റെ ഇവര് എല്ലാം കഴിക്കും. വൈകുന്നേരത്താ. തിരുവോണത്തിന് തന്നെ. തിരുവോണത്തിന് തന്നെ എല്ലാവരും ഓരോരോ വീട്ടില് തിരുവോണം ആഘോഷിക്കും. അങ്ങനെയുണ്ട്. നോൺ വെജ് ഒക്കെ ഇഷ്ടം തന്നെ. തിരുവോണത്തിന് പ്രശ്നമാണ്. തിരുവോണത്തിന് ഇവിടുത്തെ രീതി അനുസരിച്ച് സംബന്ധം കഴിച്ച വീട്ടുകാർ അവരവരെ വീട്ടിൽ നിന്ന് ഉണ്ണും. അങ്ങനെയുണ്ട്. ഉച്ചയ്ക്ക് മേലെ അങ്ങോട്ട് ചോറ് അവിടെ അവിടുന്ന് കഴിക്കും. ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിട്ടം മതി. തിരുവോണം അവിട്ടം. അവിട്ടത്തിന്റെ അന്ന് ഇങ്ങോട്ടെങ്ങാനും ആക്കണം. അവിട്ടത്തിന്റെ അന്ന് നമ്മൾ ഇത് പ്ലാൻ ഇപ്പൊ ഉത്തരാടത്തിന്റെ അന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത് 4-ാം തീയതി. നമുക്ക് തിരുവോണം അവിട്ട് വെച്ച് അത് ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങോട്ട് വെക്കാം. ഇപ്പൊ ഇങ്ങോട്ട് വെച്ച് മീനൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. അവിടെ മീൻ കിട്ടും. സദ്യ ഒരുക്കാൻ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓരോരുത്തർ കറി കൊണ്ടുവരിക, അത് ചോറ് അവിടെ വെക്കുക. കുടുംബമായിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളൊരു പിന്നെ വയ്ക്കുന്നതിനേക്കാളും എല്ലാവർക്കും കയറി വരാൻ സ്വാതന്ത്ര്യമുള്ള വിഷയത്തിനാണ് ഏൽപ്പിക്കുന്നത്. വിശ്വത്തിനെ ഏൽപ്പിച്ച് മിനിനെ കൂടെ പറയാനേ എന്താണ്? എല്ലാരും അത് വേറൊരു പ്രാവശ്യം. അതിനെ വേറെ ദിവസമേ ഒരു ദിവസം നമുക്ക് അവിടെ ഉണ്ടാവും. ഇവര് മതിൽ കെട്ടാൻ പോകും. അങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു അയണി നിന്നാലും ശരി ഞാൻ അങ്ങ് മുറിക്കും എന്ന് തുടങ്ങി കെട്ടിക്കൊണ്ടു. അതുകൊണ്ട് ഇഷ്ടം പോലെ അല്ല അല്ല അതിന് പണിയുണ്ട് കേട്ടാ. നിങ്ങളെ കടിക്കുന്നില്ല. അല്ല നമ്മളെ കടിക്കുന്നില്ല. അല്ല നമുക്കിപ്പോ നിങ്ങളെ വേണ്ട പുതിയ ടേസ്റ്റ് അല്ലേ? നമുക്ക് പുതിയ ബ്ലഡ്. പക്ഷെ അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന് ഊറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ ഇന്ന് ഫുഡൊക്കെ ഇവിടെ തയ്യാറാക്കി എവിടെയും ആക്കിയിട്ടില്ല. നമ്മള് ഈ ദിവസം വീട്ടിൽ കുക്ക് ചെയ്തില്ല. നമ്മള് രാവിലെ പാങ്ങോട്ട് പിന്നെ ഇവിടുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ നമ്മളെ ഇതുപോലെ എല്ലാവർക്കും കയറി ഇറങ്ങണം. നമ്മള് വിശദമായിട്ട് ഒരു ദിവസം വരാം. റിസൾട്ട് വന്ന് ഒരാള് സന്തോഷത്തിലാണ്. മോള് എങ്ങനെ അവിടെ പിടിക്കുക. അവള് 5-ാം ക്ലാസ്സിലായിരുന്നു. അവളെ പിടിക്കരുത് അല്ലേ? മൂത്തത് അവളെ പഠിപ്പിക്കും, അവളെ പഠിപ്പിക്കും. മൂന്നുപേരും പഠിത്തത്തിൽ കുഴപ്പമില്ല. അപ്പൊ മിനിയാന്ന് അങ്ങോട്ട് നീങ്ങിയല്ല. അച്ഛന്റെ മക്കൾ എന്റെ ബുദ്ധി അത് ശരി. അച്ഛൻ ഭയങ്കര അതല്ലേ. അച്ഛന് മാമനോട് പറഞ്ഞോ. ഞാൻ ഇന്നാളെ മിനിയാനോടെ പോയിട്ട് വേണ്ട. ഇവൻ വരുമ്പോ നമ്മളൊന്ന് പെട്ടെന്ന് ഓടിയിറങ്ങി ഇത് കാരണം ഞാൻ പറഞ്ഞ ഡോക്ടർ നമുക്ക് പറയാം. 4-ാം തീയതി ഓക്കെ. അച്ഛന്റെ ബുദ്ധി കിട്ടിയെങ്കിൽ ആ അതന്നെ. എന്റെ കിട്ടാത്തത് നന്നായി. അച്ഛൻ ഏത് ഫീൽഡിലേക്ക് ചോദിക്കും. വണ്ടി എടുത്തിട്ട് പോണോ? ബാക്കി സ്ഥലമില്ല അവിടെ. കൊള്ളാം. ഇല്ലേ? അവിടുത്തെ സാഹചര്യം അല്ലെങ്കിൽ ഒരു MBBS അതുപോലെ ഞാൻ വായിച്ചതാണ്. നീ എത്ര സ്ഥാനം പിന്നെ ഒന്നാം സ്ഥാനം. രണ്ടുപേരും ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു. ഇവൻ ഒന്നാം രണ്ടുപേരുണ്ടായിരുന്നു അവിടെ ടീച്ചേഴ്സിന്റെ മക്കളും ഒക്കെ അല്ലേ? രണ്ടുപേരല്ലായിരുന്നു ഒന്നാം സ്ഥാനം. ഓ 2 പേര് ദിനേശനും എനിക്കും. ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഓ 2 പേര് ഒരുമിച്ചല്ലേ? ഞാനേ കഥയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടുത്തെ പണി അത് ഇത് മാത്രമല്ല
ഏത് ഫീൽഡിലും മിമിക്രി എല്ലാ പുകഴ്ത്തലിന് ഇഷ്ടമുള്ളത് പുകഴ്ത്തലിന് ഇഷ്ടമുള്ളത് സെക്കൻഡ് ആയിരുന്നു, അവനായിരുന്നു ഫസ്റ്റ്. പക്ഷെ അന്ന് ആ മമ്മൂട്ടിയുടെ കൂടെ നടന്നെങ്കിൽ നീ നമ്മളിറങ്ങട്ടെ, തിരിച്ചു വരാം. വാ, നിങ്ങളും വാ അങ്ങോട്ട്. വരുന്നുണ്ടോ? ആ, ശരി. ചന്തുമാമന്റെ വീട്ടിൽ പോണം. ബാ. ഇതാണ് അമ്പിളി മാമന്റെ വീടായിരുന്നടേ ഇത്. മരിച്ചു പോയടേ. ആ കൊടുക്കടേ. ഇതെന്തിനാണ്? ഇതെന്തിനാ? നമ്മൾ ഓണം വരെ ഉണ്ടാവൂടെ? ഓണം വരെ ഉണ്ടാ? ആ, നീ പഞ്ചായത്ത് മെമ്പർ ആയപ്പം? ഇല്ല. പിന്നെ MLA ആവും ഉടനെ? ശരി, മിനിയാൻ്റെ കൂടെ പോയിട്ടെ. ഇനി നമ്മൾ ഇനി പോണത് മിനിമാമന്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോവാൻ പോണത് കേട്ടാ. എന്നാ അവിടെ ചെന്ന് ഇവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥയും എവിടെ പോയി? ലൈറ്റ് ഓഫ് വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്ന മഹത് വ്യക്തിയാണ്. ഇവിടുത്തെ ഗൃഹനാഥനും ഗൃഹനാഥ എവിടെ പോയി? ഇത്ര ലൈറ്റേ ഉള്ള ഇവിടെ ഇത്ര ലൈറ്റേ ഉള്ള? ആ, വരട്ടെ. നീ എനിക്ക് അന്ന് ലഡ്ഡു കൊണ്ട് തന്നില്ലടി, അവള് തിരിച്ചു തന്നിരിക്കുന്നു കേട്ടാ. ബർത്ത്ഡേ അല്ല, SLC റിസൾട്ട് വന്നേ നമുക്ക്. 9 A സ്റ്റാറും 2 Aയും. ചൈത്ര അമ്മക്ക് ലഡ്ഡു വന്ന് നമ്മൾ ചൈത്രയ്ക്ക് ലഡ്ഡു കൊടുത്തിരിക്കുന്നു അല്ലേ? ധൂപ്പ കുമിഞ്ചന്റെ ഓണം ഉണ്ടല്ലോ, പക്ഷെ അത് കുഴപ്പമില്ല. റിട്ടയർ ആയപ്പോ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇതാണ് മിനിമാമന്റെ വീട്. രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, റിട്ടയർഡ് സ്കൂൾ ടീച്ചർ, ഗവൺമെന്റ് HS വെഞ്ഞാറമൂട്. ഇത് ചൈത്ര, ഇത് രമാപി അല്ലല്ലേ? രമാദേവി LP, ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക. ഇത് ഗവൺമെന്റ് UP സ്കൂൾ ആലന്തറ അല്ലേ? ഓ, അവിടുത്തെ ടീച്ചറാണ്, അറിഞ്ഞൂടെ? ശ്രീനന്ദയുണ്ട്. പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയാണ് കാര്യം. നീ എന്താ ഫിസിക്സ് എടുത്താ? നീ അന്ന് എന്തായിരുന്നു പറഞ്ഞത്? ഡോക്ടർ ആവൂല എന്ന് മാത്രമേ അവള് പറഞ്ഞുള്ളൂ. ആ ഒരു അത് മതിയല്ലേ, മരുന്നിന്റെ ഡോക്ടർ.
നീ എന്താവാനാണ് ഉദ്ദേശം? ഒന്നുമില്ല, എന്തെങ്കിലും നീ അത് മാത്രം അവളുടെ അടുത്ത് ചോദിക്കില്ല, ഞാൻ അന്ന് ചോദിച്ചാണ്. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ടീച്ചറല്ല, അന്നേരം തോന്നും പോലെ എന്നാ ആ വഴിക്ക് പോകുന്നിട്ട് തോട്ടി പോയി കുളിക്കണ്ടേ? കുളത്തിൽ പോയി കുളിക്കണ്ടേ? തിരുവല്ലത്താ? ഓ, തിരുവാലപ്പുറത്ത്. അവിടെ പോയിട്ട് എന്തെങ്കിലും കുളം കൊള്ളത്തില്ലായിരുന്നു അല്ലേ? ആ കുളത്തില് മറ്റേ പായല്. ആ എന്നേ നീ എവിടെ പോന്നെ? ഇവിടത്തെ കുളത്തില പക്ഷെ ഇവിടെ മറ്റേ പ്രാക്ടീസ് ചെയ്യാനുള്ള പറയത്തില്ലേ, മറ്റേ അമ്മമാര് മറ്റേ ഇതില്ലേ പന്തും മെഷീനൊക്കെ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പിള്ളേരെ മധുരോ എല്ലാം മധുരട്ടാ? ആ മധുര ഇട്ടെങ്കിൽ ഇനിയിപ്പോ കുടിക്കാം. ഉപ്പിള് എവരകില്ലേ? എവനല്ലേ? അഷ്ടദിക്പാലകർ മുട്ടുകുത്തി തൊഴും ഏറ്റുമാനൂരു എല്ലാം പറഞ്ഞ പോലെ കേട്ടാ. ശരി, ഇവിടെ വണ്ടി കയറില്ലേ?